പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ കേരളം കാത്തിരുന്ന ഒരു വിധിയാണ് നാളെ വരാൻ പോകുന്നത്. ഒരു പാവപ്പെട്ട പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ട് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിക്രൂരമായിട്ട് ഒരു പ്രതി വന്ന് ഒരു ആവശ്യവുമില്ലാതെ ഒരു വിരോധവുമില്ലാതെ കുത്തി അങ്ങ് കൊന്നിരിക്കുകയാണ്. ഇതിലേക്കുള്ള ദേഷ്യം ആ ഒരു പെൺകുട്ടിയോട്, ആ ഒരു സഹോദരിയോട് കാണിച്ചിരിക്കുകയാണ്. ഇത് നാളെ വിധി വരാൻ പോവുകയാണ് ഇതിൻ്റെ. അപ്പം 100% എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക, പ്രത്യേകിച്ച് മീഡിയയൊക്കെ ചർച്ച ചെയ്യുക. ഒരിക്കലും ഈ ഒരു പ്രതിക്ക് 20 വർഷമോ 30 വർഷമോ ശിക്ഷ കൊടുത്ത് ഒതുക്കരുത്. അത് നമ്മുടെ കേരള സർക്കാരിന് ബാധ്യതയാണ്, കേരളത്തിന് നഷ്ടമാണ്. നമ്മുടെ നികുതിപ്പണം എടുത്തിട്ട് ഒരു കൊലയാളിയെ ഇങ്ങനെ പോറ്റുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് 100% നാളെ ഈ ഒരു വിധി വരുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു വിധിയായിരിക്കണം. ഒരു നിമിഷം പോലും നിനക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ലാന്ന് പറഞ്ഞിട്ട് തന്നെ അവനെ തൂക്കിലേറ്റാൻ വിധി പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആ ഒരു കുടുംബത്തിന് തീർച്ചയായിട്ടും അവർക്കേറ്റ മുറിവിനുള്ള ഒരു മരുന്നാവുകയുള്ളൂ. കാരണം ആലോചിച്ച് നോക്കൂ, ഈ ഒരു പെൺകുട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഡോക്ടറായത്. ഒരാൾ ഡോക്ടറാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യം എന്നറിയാം, എത്ര മാത്രം പഠിക്കണം എന്നറിയാം. വർഷങ്ങളായിട്ടുള്ള ആ ഒരു പഠിത്തത്തിന് വേണ്ടിയിട്ട് എത്ര മാത്രം പകൽ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് ഡോക്ടറായത്. കുറച്ചായിട്ടുള്ളൂ ജോലിയിൽ കയറിയിട്ട് അതിക്രൂരമായിട്ട് ഒരു ആവശ്യമില്ലാതെ ആ പെൺകുട്ടിയെ കുത്തി കൊന്നിരിക്കുക. ആ കുട്ടിയുടെ മനസ്സാലോചിച്ച് നോക്ക്, എന്നെ കൊല്ലരുതെന്ന് പറഞ്ഞിട്ട് എത്ര മാത്രം വിഷമിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷമം ഇവൻ അറിയണം. അതിക്രൂരമായിട്ട് ഇവനെ തൂക്കിലേറ്റി കൊല്ലണം. അതും കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ട് തന്നെ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇനി ഇതേപോലെ കുറ്റകൃത്യം ചെയ്യാൻ ആളുകൾ മുന്നോട്ട് വരില്ല. അല്ലാതെ പക്ഷം നിങ്ങൾ 20 വർഷമോ 30 വർഷമോ കൊടുത്താൽ 10 വർഷം കഴിഞ്ഞാൽ വീണ്ടും അവൻ പരോളിൽ വരും, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ അവനോട് മനസാക്ഷി കാണിച്ചിട്ട് വിടാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കോടതി ഈ ഒരു വിധി പറയുമ്പോൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അവനെ തൂക്കി തന്നെ കൊല്ലണം. അവനക്ക് ഒരു നിമിഷം പോലും ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഈ പ്രതിയെപ്പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കേരളത്തിലെ സോഷ്യൽ മീഡിയ ഇന്നത്തെ ഒരു ദിവസം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് കോടതി കാണാൻ ഇടയുണ്ടാവുള്ളൂ. അതിശക്തമായിട്ടുള്ള ഒരു വിധി വരാനും സാധ്യതയുണ്ടാവും. അല്ലാതെ വശം 100% ഇത് 10 വർഷമോ 15 വർഷമോ കൊടുത്താൽ അവനെ തീറ്റിപ്പോറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്കറിയാലോ, ഇന്ന് കേരള സർക്കാർ കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രതികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. ഭക്ഷണത്തിനടക്കം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജോലി ചെയ്താൽ പൈസ കിട്ടും. ആ പൈസയും കൊണ്ട് നല്ല ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ന് കേരളത്തിലെ ജയിലുകളിലുണ്ട്. അതുകൊണ്ട് ഇവനക്ക് സുഖചികിത്സയായിരിക്കും കിട്ടാൻ സാധ്യത. ശക്തമായിട്ടുള്ള വിധി തന്നെ കോടതി പറയണം എന്നുള്ളതാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. പ്രിയ സുഹൃത്തുക്കളെ, മറക്കാതെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എല്ലാ ബ്ലോഗർമാരും 100% ഈ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നീതി കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു നരഭോജകനെ അതിക്രൂരമായിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരേപോലെ ശബ്ദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.